ഹലോ, എല്ലാവർക്കും ശ്രീസി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റാണ്. അതിനായിട്ട് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണവും 2 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. കുറച്ച് പെരുംജീരകവും എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ചെറിയ പീസസായിട്ട് എടുത്താലും മതി. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് മുട്ട റോസ്റ്റിന് നല്ലത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇടാം. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോഴത്തേന് സവാള ഇട്ട് കൊടുക്കാം. സവാളയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഞാൻ അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. 1/2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം, അപ്പോൾ കുറച്ചും കൂടി എരിവ് കൂടും, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. ഇതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കാം. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യൂ. അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ.